റിയാലിറ്റി ഷോ താരം ഷിയാസ് കരീമിനെതിരെ പരാതിയുമായി യുവതി പ്രണയം നടിച്ച് 65 ലക്ഷം രൂപ തട്ടിയെടുത്തുവെന്നാണ് പരാതി. എന്റെ പേരിലൊരു പീഡന പരാതി വരുന്നുണ്ടെങ്കിൽ അപ്പൊ അതിന്റെ ഒരു ചെറിയൊരു ഇതാട്ടോ. ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും ഒരു ന്യൂസ് അറിഞ്ഞിട്ടുണ്ടാവും. നമ്മുടെ ഷിയാസ് കരീം, സോഷ്യൽ മീഡിയയിൽ സജീവമായിട്ടുള്ള ഷിയാസ് കരീം ബിഗ് ബോസിൽ വന്നിട്ടുള്ളതാണ്. അതിലുപരി ഫ്ലവേഴ്സ് എന്ന് പറയുന്ന പരിപാടി ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. ആ ഒരു പുള്ളിക്കാരനെതിരായിട്ട് ഇപ്പോൾ ഒരു പരാതി വന്നിരിക്കുകയാണ്. പരാതി ഒരു നിസാര പരാതിയല്ല, ഒരു ലൈംഗിക അതിക്രമവും പണം തട്ടി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു പരാതിയാണ്. എന്തായാലും ഇതിൽ ഒരു വിശദീകരണമായിട്ട് ഷിയാസ് എത്തിയിട്ടുണ്ട്. എന്തായാലും ആദ്യം ഇയാൾക്കെതിരെയുള്ള പരാതി എന്താണെന്നുള്ളത് നമുക്കൊന്ന് കാണാം. പ്രവാസി വ്യവസായിയായിട്ടുള്ള യുവതിയാണ് ഷിയാസ് കരീമിനെതിരെ പരാതി നൽകിയിരിക്കുന്നത്. നമുക്കറിയാം, ഒരു റിയാലിറ്റി ഷോ താരം കൂടിയാണ് ഷിയാസ് കരീം. നടൻ ചലച്ചിത്രങ്ങളിലും അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ പ്രണയം നടിച്ച് 65 ലക്ഷം രൂപ ഈ യുവതിയിൽ നിന്ന് തട്ടിയെടുത്തു എന്നുള്ളതാണ് ഈ കേസിന് ആസ്പദമായിട്ടുള്ള സംഭവം. അതായത് ഷിയാസ് കരീമിന്റെ പേരിലുള്ള ജിമ്മിന്റെ നവീകരണത്തിനായി എന്ന് പറഞ്ഞാണ് ഈ പണം കൈപ്പറ്റുന്നത്. ഇങ്ങനെ പണം വാങ്ങിയതിന് ശേഷം പിന്നീട് കബളിപ്പിക്കപ്പെട്ടു എന്നുള്ളത് ഈ സ്ത്രീ തിരിച്ചറിഞ്ഞ ഉടൻ തന്നെ അത് തിരികെ ചോദിക്കുന്നു. ഈ സമയത്ത് അത് നൽകിയില്ല എന്ന് മാത്രമല്ല, അതിൽ ഭീഷണിപ്പെടുത്തി എന്നുള്ളതാണ് പറയുന്നത്. അതായത് തന്റെ നഗ്ന ചിത്രങ്ങൾ അത് പോൺ സൈറ്റുകളിലേക്ക് നൽകും എന്നതുൾപ്പെടെയുള്ള രീതിയിൽ ഭീഷണിപ്പെടുത്തി എന്നുള്ളതും ഇപ്പോൾ പാലാരിവട്ടം പോലീസിൽ നൽകിയിരിക്കുന്ന പരാതിയിൽ പറയുന്നുണ്ട്. അതുമാത്രമല്ല, ഈ പണം നൽകിയതിന്റെ ബാങ്ക് സ്റ്റേറ്റ്മെന്റും ഇവർ തമ്മിൽ ഇൻസ്റ്റാഗ്രാമിൽ സംസാരിച്ചതിന്റെ ചാറ്റുകൾ ഉൾപ്പെടെയുള്ള തെളിവുകളും പോലീസിന് കൈമാറിയിട്ടുണ്ട്. ഇവ പോലീസ് പരിശോധിച്ചു വരികയാണ്. അതിനുശേഷമായിരിക്കും കേസെടുക്കുന്ന ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുകയും ചെയ്യുക. അതായത് ഒരു കബളിപ്പിക്കപ്പെട്ടു എന്നുള്ള നിലയ്ക്കാണ് ആദ്യഘട്ടത്തിൽ ഇത് മനസ്സിലാക്കുന്നതും പിന്നീട് അത് ഷിയാസ് കരീമുമായി സംസാരിക്കുന്നതും. ഈ സമയത്തുള്ള ഭീഷണിയാണ് ഇപ്പോൾ അത് പോലീസിൽ ഒരു പരാതിയായി എത്തുകയും ചെയ്തിരിക്കുന്നത്. ഒരു പക്ഷേ അടുത്ത ദിവസം തന്നെ ഈ സ്ത്രീയെ, അവർ കൊച്ചി സ്വദേശിയാണെന്ന് മനസ്സിലാക്കുന്നു, അവരുടെ മൊഴിയെടുക്കുന്ന നടപടികളിലേക്ക് കൂടി പാലാരിവട്ടം പോലീസ് കടക്കുകയും ചെയ്യും. എന്തായാലും ഇതൊരു നിസ്സാര കേസല്ല. ഒരു പ്രവാസിയായിട്ടുള്ള ഒരു യുവതിയാണ്. അവരിൽ നിന്നും എത്രയോ ലക്ഷക്കണക്കിന് രൂപയാണ് ഇയാൾ തട്ടിയതെന്നാ പറയുന്നത്. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഷിയാസ് കരീമിന് പറയാനുള്ളത് എന്താണെന്ന് നമുക്കൊന്ന് കേൾക്കാം. എന്റെ പേരിലൊരു പീഡന പരാതി വരുന്നുണ്ടെങ്കിൽ അപ്പൊ അതിന്റെ ഒരു ചെറിയൊരു ഇതാട്ടോ. ഈ സ്ത്രീക്ക് ഒരു 60 വയസ്സുണ്ട്. എനിക്ക് അവരെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കേണ്ട ആവശ്യമില്ല. അത് വേറെ. പിന്നെ എന്റെ കല്യാണം കഴിഞ്ഞപ്പോൾ 1-2 വർഷമായി. എനിക്കൊരു കുട്ടിയുണ്ട്. ഞാൻ മാന്യമായിട്ടാണ് ജീവിക്കുന്നത്. എനിക്ക് സ്ത്രീകളോട് ഇടപെടുമ്പോൾ തന്നെ ചെറിയൊരു പേടിയുള്ളൂ. കാരണം ഇതിനു മുമ്പേ എനിക്ക് ഇങ്ങനെ ഒരു ആരോപണവും ഈ പറഞ്ഞ കള്ളക്കേസൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ വളരെ കെയർഫുള്ളാണ്. പിന്നെ ഈ സ്ത്രീക്ക് 10-60 വയസ്സുണ്ട്. അതുപോലെ എന്റെ കുടുംബമായിട്ട് അത്ര അടുപ്പമുള്ളൊരു സ്ത്രീയാണ്. എന്റെ കല്യാണത്തിനും എന്റെ എല്ലാ പരിപാടിക്കും, എന്റെ റിസപ്ഷൻ, എന്റെ അബുദാബിലെ പരിപാടിക്ക് എല്ലാ പരിപാടിയും എന്നെ അറിയുന്ന എല്ലാവർക്കും അറിയാം. അവരെ പിന്നെ പേരും ഒന്നും ഞാൻ പറയുന്നില്ല. കാര്യം ഇപ്പൊ കേസ് നിൽക്കല്ലേ, എനിക്ക് എഫ്ഐആർ ഒട്ടും അറിയില്ല. കേട്ടോ, ഇത് ഞാനൊരു ഇതാട്ടോ ഒരു ക്ലിയർ പറഞ്ഞാണ്. അപ്പോ സംഭവം എന്ന് പറഞ്ഞാല് എന്റെ ഭാര്യയിൽ നിന്നും എന്റെ ഉമ്മയിൽ നിന്നും ഇവർ കുറച്ച് സ്വർണം വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ പെങ്ങടെ നിന്നും വാങ്ങിച്ചു. ഇതൊന്നും ഞാൻ അറിയുന്നില്ല. ഇത് കുറച്ച് പ്രശ്നമായി കഴിഞ്ഞപ്പോഴാണ് ഇതൊക്കെ ഞാൻ അറിയുന്നത്. കാരണം എന്റെ ഫാമിലിയിൽ കയറി കുറച്ച് പേഴ്സണൽ കാര്യത്തിൽ ഇടപെടുകയും അതിൽ കുറച്ച് പ്രശ്നമായി കഴിഞ്ഞപ്പോഴാണ് ഞാനിത് അറിയുന്നത്. കാശും ഈ സ്വർണ്ണമൊക്കെ വാങ്ങിച്ച കേസൊക്കെ. അങ്ങനെ ഞങ്ങളുടെ കൂടെ യാത്ര ചെയ്യും. അങ്ങനെ ഞങ്ങൾ കുറച്ച് പൈസ എന്റെ ഉമ്മാക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്, പെങ്കജ് എനിക്ക് അയച്ചിട്ടുണ്ട്. അങ്ങനെ കുറച്ച് പൈസ ഈ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കാൻ അങ്ങനെയൊക്കെ ആയിട്ട് കുറച്ച് പൈസ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. അതും ഓക്കെ. ഇതിന് മുമ്പേ ഇവര് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ എന്നെ പറ്റി ഇങ്ങനെ ഭയങ്കരമായിട്ട് ഭീതിപ്പെടുത്തി എന്നെ, ഞാൻ അവരത് കോടികൾ പറ്റിച്ചു, ബിസിനസ് ചെയ്യാം, അങ്ങനെ കുറെ സാധനം ചെയ്തപ്പോൾ ഞാൻ ഇവരുടെ പേരിൽ കേസ് കൊടുത്തു. ആ കേസ് ഫയൽ ചെയ്ത് ഇവർക്ക് നോട്ടീസ് തന്നപ്പോൾ ഇവരെന്റെ പേരിൽ ഇപ്പൊ ഒരു കള്ളക്കേസായിട്ട് വന്നേക്കാണ്. ഞാൻ അവരെ പീഡിപ്പിച്ചു. ഈ പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കേരള പോലീസിലും അതുപോലെ ലോയിലൊക്കെ ഭയങ്കര വിശ്വാസമുള്ള ആളാണ്. കാര്യം ഞാൻ ഇതിന് മുമ്പ് ഒരു സാധനം ഫൈറ്റ് ചെയ്ത ഒരാളാണ് കള്ളക്കേസിൽ. അപ്പൊ ഇത് ഞാൻ അതുപോലെ തന്നെ ഫൈറ്റ് ചെയ്യും. അപ്പോൾ ഇതിലെനിക്ക് വിശ്വാസമുണ്ട്. അപ്പൊ ഇതിന് ഒരു ക്ലാരിറ്റി പറയുകയാണെങ്കിൽ, ആ സ്ത്രീ എന്ന് പറഞ്ഞാൽ ചെറിയ പെണ്ണൊന്നല്ല കേട്ടോ. ഞാൻ ഇപ്പോഴും പറയുന്നു, 10 എന്റെ ഉമ്മാടെ പ്രായമുണ്ട്. അപ്പൊ ഇത് പറയാൻ വേണ്ടി ഞാൻ വന്നാണ്. ഞാൻ എന്താ പറയുക, ഞാൻ തലയുയർത്തി നടക്കുന്ന ഒരു മനുഷ്യനാണ്. എന്ത് പ്രശ്നം വന്നാലും എന്റെ നിലപാടിൽ ഒരു മാറ്റില്ലാത്ത ആളും കൂടെ. എനിക്ക് അത്രയും ധൈര്യമുണ്ട്. എന്റെ കുടുംബം, എന്റെ എല്ലാ ആളുകളും എന്റെ കൂടെ ഉള്ളതാണ്. എന്നെ സ്നേഹിക്കുന്ന ആളുകളൊക്കെ എന്റെ കൂടെ ഉള്ളതാണ് കേട്ടോ. എനിക്ക് അത്ര ധൈര്യമുള്ള ആളാണ്. എന്ത് പ്രശ്നം വന്നാലും ഞാൻ ഫൈറ്റ് ചെയ്യുന്നതാണ്. എന്റെ നിലപാട് അതാണ്. ഓക്കെ, താങ്ക് യു. അപ്പൊ എന്തായാലും ഇതാണ് ഷിയാസിന് പറയാനുള്ളത്. സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ഇതൊക്കെ അംഗീകരിക്കുന്നുണ്ട്. പക്ഷെ ആ ഒരു സ്ത്രീ എന്ന് പറയുന്നത് നല്ല പ്രായമുള്ള ഒരു സ്ത്രീയാണ്. 60 വയസ്സുണ്ട്. അവര് എന്തൊക്കെയോ പരിപാടികളൊക്കെ നടത്തി ഇവരുമായിട്ട് നല്ലൊരു ടേംസിലായിരുന്നു. ഈ ഷിയാസിന്റെ കല്യാണത്തിനും അങ്ങനെയുള്ള എല്ലാ പരിപാടിക്കും എത്തുകയും നല്ല സഹകരണത്തിലായിരുന്നു. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയോ പണ ഇടപാടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിന്റെ പേരിൽ എന്തോ ഒരു കശപിശയും കാര്യങ്ങളും ആണ്. അപ്പൊ ആദ്യം പരാതി കൊടുത്തത് ഷിയാസ് ആണ്.
അതിന് പകരമായിട്ടാണ് അവരിപ്പോ ഇങ്ങനെ ഒരു കള്ളക്കേസ് കൊടുത്തിരിക്കുന്നതെന്നാണ് ഷിയാസ് പറയുന്നത്. എന്തായാലും കേസും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ, അത് അതിന്റെ വഴിക്ക് തന്നെ നടക്കട്ടെ. ഷിയാസ് കരീമിനെ സംബന്ധിച്ചിടത്തോളം പുള്ളിക്കെതിരായിട്ട് ഇതിന് മുന്നേയും ഇതുപോലെ ഒരു പരാതിയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതിലയാൾ ഫൈറ്റ് ചെയ്തിട്ടും ഉണ്ടായിരുന്നു. ഇപ്പൊ ഈ കഴിഞ്ഞിടെയായിരുന്നു ഇയാൾക്ക് ഒരു കുഞ്ഞുണ്ടായി. അതുപോലെ തന്നെ വളരെ ഹാപ്പി ആയിട്ട് പോകുന്ന ഒരു ഫാമിലിയാണ്. ഈ ഒരു വിഷയത്തിൽ എന്താണ് സംഭവം എന്നുള്ളത് തുറന്നു പറഞ്ഞിരിക്കുകയാണ്. അതില് തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിലാണ് പുള്ളി സംസാരിക്കുന്നത്. അപ്പൊ എന്തായാലും നോക്കാം എന്താണ് ഈ ഒരു വിഷയത്തില്. ഇപ്പോ ഏത് സ്ത്രീക്കും ഒരു പരാതി, പീഡന പരാതി കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ സ്ത്രീക്കാണല്ലോ പ്രാധാന്യം. ഈ ഒരു വാർത്ത കേട്ടപ്പോൾ നമ്മൾ വിചാരിച്ചു അയ്യോ ഏതോ ഒരു പെൺകുട്ടിയെ പണം മേടിച്ച് പറ്റിച്ചു എന്നൊക്കെ നമ്മൾ കേട്ടു. പക്ഷെ ഇപ്പൊ ഷിയാസ് കാര്യം പറഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇവർക്ക് 60 വയസ്സുള്ള ഒരു സ്ത്രീയാണ് ഇവര് പീഡിപ്പിച്ചിട്ടില്ല, ഷിയാസിന്റെ ഉമ്മയുടെ പ്രായം ഉണ്ടെന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഇതൊക്കെയാണ് വാസ്തവം എന്ന് പറയുന്നത്. ഇപ്പൊ മെയിൻ ആയിട്ട് സ്ത്രീകളുടെ ഒരു മെയിൻ പരിപാടി എന്ന് പറയുന്നത് പീഡിപ്പിച്ചു അല്ലെങ്കിൽ ലൈംഗിക അതിക്രമം നടത്തി എന്നൊക്കെ പറഞ്ഞ് കള്ളക്കേസായിരിക്കും കൊണ്ട് കൊടുക്കുന്നത്. അങ്ങനെയുള്ള ഒരുപാട് വാർത്തകൾ നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിലൊന്നും സത്യം ഏതാണ് അല്ലെങ്കിൽ നുണ ഏതാണെന്നുള്ളത് നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. കാരണം അങ്ങനത്തെ ഒരു കാലഘട്ടമായിപ്പോയി. ഇപ്പൊ ഷിയാസിന്റെ കേസാണെങ്കിൽ പോലും ഇത് കേൾക്കുമ്പോൾ തന്നെ വാളെടുത്ത് തുള്ളാൻ കുറെ അധികം ആൾക്കാരുണ്ടാവും, മാധ്യമങ്ങളിൽ ഉൾപ്പെടെ. ഇതിൽ ഏറ്റവും രസം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ മാധ്യമങ്ങളിലും ഈ ഒരു വാർത്ത അങ്ങ് വന്നു. ഷിയാസ് കരീം പണം തട്ടി, 65 ലക്ഷം രൂപ തട്ടി, കല്യാണം കഴിക്കാൻ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു, എന്നിട്ട് നഗ്ന ഫോട്ടോ അയക്കൂന്ന് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് മാധ്യമങ്ങളിലൊക്കെ ഭയങ്കര ന്യൂസ് വന്നു കഴിഞ്ഞു. പക്ഷെ ഇതിപ്പോ ഷിയാസ് വന്നിട്ട് കാര്യം എന്താണെന്നുള്ളത് പുള്ളിക്കാരൻ തുറന്നു പറഞ്ഞു. ഇതായിരിക്കും സത്യാവസ്ഥ, അറിയില്ല. എന്തായാലും അത് കേസും കാര്യങ്ങളൊക്കെ നടക്കാണല്ലോ. ഷിയാസ് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇന്നല്ലെങ്കിൽ നാളെ ആണെങ്കിലും തെളിയിക്കപ്പെടുക തന്നെ ചെയ്യും. എന്തായാലും പുള്ളിക്കാരൻ സംസാര രീതിയിൽ അങ്ങനെ ഒരു തെറ്റ് ചെയ്തതായിട്ട് തോന്നുന്നില്ല. ഇന്നത്തെ കാലഘട്ടം അതാണ്. സ്ത്രീകൾക്ക് എന്തെങ്കിലും ഒരു ഇത് തോന്നിക്കഴിഞ്ഞാൽ ഒട്ടനെ ഒരു പരാതി അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ സ്ത്രീകൾക്കാണല്ലോ പ്രാധാന്യം. നമ്മളും സ്ത്രീയൊക്കെ തന്നെയാണ്. പക്ഷെ എന്ന് കരുതിയിട്ട് നമ്മുടെ ഒരു വിജയത്തിന് വേണ്ടിയിട്ട് ഇല്ലാക്കഥ ഉണ്ടാക്കുക അല്ലെങ്കിൽ കള്ളക്കഥ ഉണ്ടാക്കിക്കൊണ്ട് പരാതി കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് അത്ര നല്ലൊരു ഏർപ്പാടായിട്ട് തോന്നുന്നില്ല. എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഷിയാസ് കരീമിന് തെറ്റ് ചെയ്തതായിട്ട് തോന്നുന്നുണ്ടോ, അതോ ഷിയാസ് പറഞ്ഞൊക്കെ സത്യമാണോ? എന്തായാലും കൂടുതലൊന്നും നമുക്കറിയില്ല. വരും ദിവസങ്ങളിൽ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് കൂടുതൽ നമുക്ക് അറിയാൻ കഴിയും. കാരണം മാധ്യമങ്ങളിൽ ഇതിപ്പോ വലിയ ചർച്ചയാണല്ലോ, സോഷ്യൽ മീഡിയയിലും എല്ലാവരും ഏറ്റെടുത്തു കഴിഞ്ഞു ഈ ഒരു ന്യൂസ്. അഭിപ്രായത്തിൽ അയാൾ അങ്ങനെ ഒരു തെറ്റ് ചെയ്തതായിട്ട് തോന്നുന്നില്ല. ഇനിയിപ്പോൾ അറിയില്ല എങ്ങനെയാണ് എന്താണെന്നുള്ളത്. എന്നാലും നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാൻ മറക്കരുത്. ഇപ്പോൾ ഷിയാസ് കരീം ചേരുകയാണ് ടെലിഫോൺ ലൈനിൽ. ശ്രീ ഷിയാസ് കരീം, താങ്കൾക്കെതിരെ ഗുരുതരമായ ഒരു പരാതിയാണ് ഉയർന്നിരിക്കുന്നത്. ഒരു പരാതിയല്ല, പരാതിയിൽ പല കാര്യങ്ങൾ, ഗൗരവതരമായ പല ആരോപണങ്ങളുമുണ്ട്. എന്താണ് താങ്കളുടെ വശം? എനിക്ക് കേരള പോലീസിനെയും ഇവിടുത്തെ ലോയിൽ എനിക്ക് നല്ല വിശ്വാസമുണ്ട്. അത് ഫസ്റ്റ്. പിന്നെ ഈ കേസ് കള്ളക്കേസാണ്. ഞാൻ ആരെയും റേപ്പ് ചെയ്തില്ല. കാരണം എന്റെ വിവാഹം കഴിഞ്ഞിട്ട് 2 വർഷം ആവാറ്. എനിക്കൊരു കുട്ടിയായിട്ട് ഞാൻ മാന്യമായിട്ട് ഇതിനു മുമ്പ് എനിക്ക് ഇങ്ങനെ ഒരു പരാതി കൊണ്ട് ഞാൻ സ്ത്രീകളെ വളരെ കെയർഫുൾ ആയിട്ടാണ് സംസാരിക്കുന്നതും പെരുമാറ്റവും എല്ലാം ഞാൻ വളരെ കെയർഫുൾ ആണ്. എന്റെ പേര് ഇതുപോലെ തന്നെ ഒരു പരാതി വന്നാണ്. അപ്പൊ എന്റെ പേരിൽ ഇത് സ്ഥാപിക്കുന്ന പരാതിയാണ് ഒരു കള്ളക്കേസ്. അത് ഇതിന് പിന്നിൽ ആക്ച്വലി ഞാൻ കഴിഞ്ഞ 3 ദിവസമായിട്ട് കുറച്ച് ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂസ് ഞാൻ ഒരു കട്ടണി ഉണ്ട്. എനിക്ക് ഓൾറെഡി എന്നെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തി. അപ്പോ ഈ പറഞ്ഞ എന്റെ പേരിൽ കേസ് കൊടുത്തു എന്ന് പറയുന്ന ആള് എന്റെ ഫാമിലിയുടെ അത്ര ബന്ധമുള്ള ആളാണ്. അതുപോലെ എന്റെ കുടുംബമായിട്ട് അറിയുന്ന എന്റെ വൈഫിനെ നിന്നും ഉമ്മാടെ കുറച്ച് സ്വർണ്ണമൊക്കെ വാങ്ങിച്ച് അത് തിരിച്ചു ചോദിച്ചപ്പോൾ ഞാൻ ഓടി ഇവരുടെ പേര് കേസ് കൊടുത്ത ശേഷം ഇവര് എന്റെ പേരിൽ കേസ് കൊടുത്തേക്കാണ്. അത് പീഡിപ്പിച്ചു എന്ന് പറയുമ്പോൾ അതായത് ഷിയാസ് ആണോ പരാതിക്കാരിക്കെതിരെ ആദ്യം കേസ് കൊടുത്തത്? പെരുമ്പാവൂർ പോലീസ് സ്റ്റേഷൻ ഞാൻ പരാതി കൊടുത്താണ്. ഇവരെ സോഷ്യൽ മീഡിയയിൽ 6 മാസമായിട്ട് എന്നെ ഭയങ്കരമായിട്ട് എന്റെ എതിരെ ഭയങ്കര മോശമായിട്ട് ഞാൻ അവരെ കോടികൾ പതിനിച്ച് പറ്റിച്ചു എന്ന രീതിയിൽ അതിഭീകരമായിട്ട് എന്നെ ഇങ്ങനത്തെ ഒരു രീതിയിലുള്ള സാധനം നിങ്ങൾ സോഷ്യൽ മീഡിയ ഷെയർ ചെയ്യുന്നുണ്ടാവും. അങ്ങനെ ഒരു തരത്തിലുള്ള താങ്കളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തരം മോശം പെരുമാറ്റമോ എന്തെങ്കിലും തരത്തിലുള്ള ഭീഷണിയോ ഒന്നുമില്ലാതെ അവർ സോഷ്യൽ മീഡിയയിൽ ഏകപക്ഷീയമായി ഇങ്ങനെ ഒരു കാര്യം താങ്കൾക്കെതിരെ ചെയ്യുകയായിരുന്നോ ഷിയാസ്? അതെ, ഞാനതാ പറഞ്ഞേ. എന്റെ ഫാമിലിയിൽ നിന്ന് സ്വർണം വാങ്ങിക്കുക, അത് ചോദിച്ച ശേഷം ഇവരുണ്ടാക്കിയ പ്രശ്നങ്ങളാണത്. അതിനുശേഷം ഞാൻ കേസ് കൊടുത്ത ശേഷം ഇവർക്ക് കോടതിയിൽ നിന്ന് നോട്ടീസ് കിട്ടിയ ശേഷം ഇവര് എന്റെ പേരിൽ കൊണ്ടുപോയി വ്യാജ പരാതി പീഡിപ്പിച്ചു എന്ന് പറയുമ്പോൾ ഓൾറെഡി എന്റെ പേര് ഇങ്ങനത്തെ കേസ് ഉള്ളതുകൊണ്ട് ഈസിയാണ് എന്നെ അറ്റാക്ക് ചെയ്യാൻ ഇങ്ങനത്തെ കാര്യം പറഞ്ഞത്. അപ്പൊ പിന്നെ ഇതിന് പിന്നിൽ കുറച്ച് ആളുകളുണ്ട്, കുറച്ച് ആള്. അത് പോട്ടെ, അത് നമുക്ക് വിഷയമല്ലേ, ആരും ചെയ്യാൻ. ബട്ട് ഞാനിതില് 100% ഞാൻ കോടതിയിലും എനിക്ക് പോലീസിലും അതിഭീകര വിശ്വാസമുണ്ട്. 100% ഞാൻ ഉറച്ചു നിൽക്കുന്നു. എന്റെ നിലപാടിൽ ഒരടി മാറ്റമില്ല. ഞാൻ ആരെയും പീഡിപ്പിച്ചിട്ടില്ല. എനിക്ക് അതിന്റെ ആവശ്യമില്ല.
ഈ ലിവ് ഇൻ റിലേഷൻഷിപ്പ് ആയിരുന്നു എന്നൊക്കെയാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് പരാതി. എന്റെ ഭാര്യയും ഞാനും കല്യാണം കഴിച്ചിട്ട് 2 വർഷം അടുത്തായി. ഇതിനിടയിൽ ഞാൻ ലിവിംഗ് റിലേഷൻഷിപ്പിന് പോകാനായിട്ട് എനിക്ക് സമയമില്ല. കാര്യം ഞാൻ എവിടെ എന്തൊക്കെ പോകുന്നതെല്ലാം ഞാൻ സോഷ്യൽ മീഡിയ ഷെയർ ചെയ്യുന്നുണ്ട്. ഈ പറഞ്ഞ വ്യക്തി എന്റെ കുടുംബമായിട്ട് അത്ര ബന്ധമുണ്ട്. അവരുടെ മകളെ കല്യാണം കഴിക്കുന്ന രീതിയിൽ അപ്രോച്ച് ചെയ്ത് അങ്ങനെ അത് അവരുടെ ബോയ്ഫ്രണ്ട് കൂടെ ആ സ്ത്രീയുടെ ബോയ്ഫ്രണ്ട് ഒളിച്ചോടി പോവുകയും അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് നമുക്ക് സിമ്പതി അവരോടുണ്ട്. അത് എന്റെ ഭാര്യയ്ക്കും എന്റെ ഉമ്മയ്ക്കും എന്റെ കുടുംബത്തിൽ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതിനുശേഷം അവർക്ക് വീട് വാങ്ങണം എന്ന രീതിയിൽ ഞങ്ങളുടെ നിന്ന് കുറച്ച് സ്വർണ്ണം അതെല്ലാം ഞാൻ പിന്നെയാണ് അറിയുന്നത്. ഇവരായിട്ട് പ്രശ്നങ്ങളായ ശേഷമാണ് എന്റെ ഭാര്യ എന്റെ ഉമ്മയൊക്കെ എന്നോട് പറയുന്നത്. ശരി ഷിയാസ്.